എല്ലാവർക്കും നമസ്കാരം. സഹജയോഗ ധ്യാന പരിശീലന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ പുറമെ എത്ര സമാധാനമുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു ഗുണവുമില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി. ഈ മഹത് വചനത്തെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞങ്ങൾ സഹജയോഗികൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് സഹജയോഗ പരിശീലിക്കുന്നതും വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ അത് അഭ്യസിക്കാം. നമ്മളിൽ വീട്ടിലിരുന്ന് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ വീട്ടിലിരുന്ന് നമുക്കിതിനെ കണക്ട് ചെയ്ത് വീട്ടിലിരുന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അതിനായി ആദ്യം നമ്മളിതിൽ അറിയുന്നത് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. എന്താണ് സഹജയോഗ, ഇതാരാണ് കണ്ടുപിടിച്ചതും, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇതിൽ നമുക്കിതിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും കുറേ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്തൊക്കെയാണ് എന്നറിഞ്ഞ് തുടങ്ങാം. അതിനുശേഷം ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ, ആ എനർജിയെ ഉണർത്തി ആ നമുക്ക് ചുറ്റുമുള്ള ആ കോസ്മിക് എനർജിയുമായി ഒത്തുചേരുന്നതും യോഗ കിട്ടുന്നതും അതിലൂടെ എങ്ങനെ ധ്യാനത്തിലേക്ക് കടക്കാമെന്നും ഇത് നമ്മൾ അറിഞ്ഞു. അതിനുശേഷം ഞാനിതെങ്ങനെയാണ് വീട്ടിലിരുന്ന് ചെയ്യുക, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയം അതൊക്കെ തന്നെയാണ്. അതെങ്ങനെ അഭ്യസിക്കാം, അത് കഴിഞ്ഞതിന് ശേഷം ഇതുമായി സഹജയോഗവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഓരോ ഘട്ടമായിട്ട് നമുക്ക്. അപ്പം നമുക്ക് ആദ്യത്തെ പടിയിലേക്ക് കടന്നാലോ? കൂടുതൽ സഹജയോഗയുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പോകാം. നമസ്കാരം. നമ്മൾ ഇന്ന് സഹജയോഗ ധ്യാനത്തിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സഹജയോഗ എന്താണ്, മറ്റുള്ള യോഗകളിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്, ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് നോക്കാം. സഹജ യോഗ എന്ന് പറയുമ്പോൾ തന്നെ സഹജമായത് എന്നാണ് അതിനർത്ഥം. നമ്മുടെ കൂടെ ജനിച്ചത് എന്നും അതിനർത്ഥമുണ്ട്. അപ്പോൾ യോഗ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ആസനങ്ങളും പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങളാണ്, എക്സസൈസാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. ശരിക്കും പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ ധ്യാനം അവസാന ഭാഗത്തോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ധ്യാനത്തിൽ എത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അതിന് മുന്നിലുള്ള ഈ കാര്യങ്ങൾ. നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് തയ്യാറെടുക്കാനുള്ള കാര്യങ്ങളാണ് അതിനു മുന്നേ ഉള്ള നിയമങ്ങളും പ്രാണായാമവും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ സഹജയോഗയിൽ നമ്മൾ ധ്യാനത്തിലേക്കാണ് ആദ്യമേ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ധ്യാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിൽ യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയും ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ മഹത്തായ ശക്തി, പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്ന ആ പ്രപഞ്ച സൃഷ്ടികർത്താവിൻ്റെ ആ ശക്തി, അപ്പം നമ്മുടെ ഉള്ളിലെ ആ ശക്തിയും പ്രപഞ്ചശക്തിയുമായിട്ടുള്ള കൂടിച്ചേരലാണ് യോഗ. അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഈ രീതിയിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ആ യോഗ പ്രാപിക്കുന്നതിലൂടെയാണ് നമുക്ക് ആ ധ്യാന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നത്. ധ്യാനം എന്ന് പറയുന്നത് ചിന്തയില്ലാത്ത അവസ്ഥയാണ്. ചിന്തയില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാനേ കഴിയില്ല. കാരണം എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഭൂതകാലത്തിലെയോ ഭാവി കാലത്തിലെയോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചിന്തകൾ അമിതമായാലും അത് പ്രശ്നങ്ങളുണ്ടാക്കും. സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. ചെറിയ കുട്ടി മുതൽ വയസ്സായ ആൾക്കാർ വരെ നേരിടുന്ന ഒരു പ്രശ്നമാണ് മാനസിക സംഘർഷം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാവാം. വിഷാദഭാവത്തിലേക്ക് പോകാം. നമ്മളെ ഭൂതകാലത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മളെ വിഷാദത്തിലേക്ക് കൊണ്ടുപോകാം. ഭാവി കാലത്തിനെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ, ഭാവി കാലത്തിനെ കുറിച്ച്. അപ്പോൾ ഇത്തരം ചിന്തകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ധ്യാനാവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തയില്ലാത്ത അവസ്ഥയിൽ എത്തും. അത് സാധിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ശക്തി, ആന്തരികമായ ശക്തിയെ ഉണർത്തി
പ്രപഞ്ചശക്തിയുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോഴാണ്. അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് നമ്മുടെ ഉള്ളിലെ ഈ ഒരു സൂക്ഷ്മ ശരീരം എന്താണെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും, ഇതിന് ജാതി മത ഭേദങ്ങളൊന്നും തന്നെയില്ല, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. പ്രധാനമായിട്ടും 3 നാഡികളും 7 എനർജി സെന്റേഴ്സുമാണ് ഇതിനകത്തുള്ളത്. അത് നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ സൂക്ഷ്മ ശരീരം. അതിനോടൊപ്പമാണ് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിവശത്ത് ഈ കുണ്ടലിനി ശക്തി ഇരിക്കുന്നത്. ഈ ശക്തി നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മൾ അമ്മയുടെ വയറിലായിരിക്കുമ്പോഴാണ്, ഗർഭാവസ്ഥയിലായിരിക്കുമ്പോഴാണ്. 2-3 മാസം പ്രായമാകുമ്പോഴാണ് ഈ ശക്തി കുഞ്ഞിൻ്റെ ഉള്ളിൽ വരുന്നതും. കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ആ നട്ടെല്ലിൻ്റെ അടിവശത്തുള്ള ത്രികോണാകൃതിയുള്ള അസ്ഥിയിൽ ഉറങ്ങിയിരിക്കുന്നു. സഹജയോഗയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചില സ്റ്റെപ്പുകളിലൂടെ ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തി ആ പ്രപഞ്ചശക്തിയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നു, യോഗ പ്രാപിക്കുന്നു. അതിലൂടെ നമ്മൾ ധ്യാനാവസ്ഥയിലെത്തും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ആത്മസാക്ഷാത്കാരം എന്നാണ് പറയുന്നത്, സെൽഫ് റിയലൈസേഷൻ. നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ നമ്മൾ നമ്മുടെ നാഡീ വ്യവസ്ഥയിലൂടെ അനുഭവിച്ചറിയുന്നു. ഇതുവരെ നമുക്ക് ആ ശക്തിയെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ശ്രീമാതാജി നിർമ്മലാദേവി ആണ് ഈ സഹജയോഗയുടെ ഫൗണ്ടർ. ശ്രീമാതാജി 1970 ഈ ഒരു ധ്യാന രീതി ലോകത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. അതിനുശേഷം ശ്രീമാതാജി 150ഓളം രാജ്യങ്ങളിൽ ഇത് എല്ലാവർക്കും സൗജന്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ശ്രീമാതാജിയുടെ ജന്മം 1923 മധ്യപ്രദേശിലെ ചിന്ദ്വാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ശ്രീമാതാജി ലാഹോർ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയുണ്ടായി. അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ കൂടെ, ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ചിലവഴിച്ചിട്ടുണ്ട്. അതിനുശേഷം വിവാഹം എല്ലാം കഴിഞ്ഞതിന് ശേഷം 1970 ശ്രീമാതാജിക്ക് ഈ ഒരു ധ്യാന രീതിയിലൂടെ മാത്രമേ മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിലൂടെ ലോകത്തിന്റെ പൊതുവായ നന്മ അതിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ശ്രീമാതാജിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേ സമയം എൻമാസ് റിയലൈസേഷൻ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരുമിച്ച് ഈ യോഗ പ്രാപിക്കാനുള്ള ഒരു മെത്തേഡാണ് ശ്രീമാതാജി ഇതിലൂടെ നമുക്ക് പറഞ്ഞത്. അപ്പോൾ അതിലൂടെ നമുക്ക് ശരിക്കും ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും ഇങ്ങനെ 4 രീതിയിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായിട്ട് പിന്നീട് അറിയാം. ശ്രീമാതാജി പറഞ്ഞത് ഈ ഒരു ആത്മസാക്ഷാത്കാരത്തിലൂടെ ഇത് എല്ലാ മനുഷ്യരുടെയും ജന്മാവകാശമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ആ പ്രപഞ്ചകർത്താവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനുഷ്യന്റെ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്താനുള്ള ഒരു കുതിച്ചു ചാട്ടമാണ് ഈ ആത്മസാക്ഷാത്കാരം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ സൂക്ഷ്മ ശരീരത്തിനെ കുറിച്ച് കുറച്ചുകൂടെ അറിയണം. നമുക്ക് അതിലോട്ട് കടക്കാം. നമ്മളിപ്പോൾ അറിഞ്ഞത് സഹജയോഗയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കുണ്ടലിനി ശക്തിയെക്കുറിച്ച് അറിഞ്ഞു. കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതെല്ലാം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചുല്ലോ. ഇനി ഈ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച്, ഇത് മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരമാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ആ ജീവന്റെ അംശം കടക്കുകയും അത് ഈ നാഡീ വ്യവസ്ഥ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുണ്ടലിനി ശക്തി ഇരിക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ അറിഞ്ഞത് ഈ സുഷുമ്ന നാഡിയുടെ, മധ്യനാഡിയുടെ ഏറ്റവും താഴെ, നട്ടലിന് താഴെ ത്രികോണാസ്ഥിക്കകത്താണ് ഉറങ്ങിയിരിക്കുകയാണ് കുണ്ടലിനി ശക്തി.
അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ആ സ്റ്റെപ്പിൽ നമ്മൾ ഈ എനർജിയെ, ഈ ശക്തിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, അഭ്യർത്ഥിക്കുകയാണ്, അവിടെ നിന്ന് എനിക്ക് ശുദ്ധമായ ജ്ഞാനം, എൻ്റെ ഉള്ളിലെ ശുദ്ധമായ ജ്ഞാനം നൽകിയാലും. എല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ് ചോദിക്കുന്നത്. ഞാനൊരു ശരീരമാണോ, അതോ ഞാനൊരു മനസ്സാണോ, അതോ അഹങ്കാരമാണോ, അതൊന്നും ഞാനല്ല. അതിനുമപ്പുറം എൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശം ആത്മസാക്ഷാത്കാരം തരൂ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇവിടെ വയ്ക്കുന്നത്. അതിലൂടെയാണ് ഈ ശക്തി ഉണരുകയും മൂർധാവിലൂടെ പുറത്തു വന്ന് ഈ പ്രപഞ്ച ശക്തിയുമായുള്ള യോഗം ചേരൽ നടക്കുന്നതും ധ്യാനസ്ഥിതി നമുക്ക് കിട്ടുന്നതും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പിലാണ് നമ്മൾ പോകുന്നത് അടുത്തത്. അതിനു മുന്നേ ഈ സൂക്ഷ്മ ശരീരത്തെ ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്താം. ഈ കാണുന്നത് പോലെ 3 നാഡികൾ, ഇടത് ഭാഗം, വലത് ഭാഗം, മധ്യനാഡി, സുഷുമ്നാ നാഡി. ഇതിൽ നമ്മൾ കുറച്ച് പൂക്കളെ പോലെ വൃത്താകൃതിയിൽ കുറച്ച് ചക്രങ്ങൾ കാണുന്നുണ്ട്. ഇത് സംസ്കൃതത്തിൽ ചക്രങ്ങൾ എന്ന് പറയും. ശാസ്ത്രീയമായി ഇതിനെ നാഡീവ്യൂഹങ്ങൾ, അതായത് എനർജി സെന്റേഴ്സ് എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയമായും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഇടത് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഭൂതകാലത്തിലെ ചിന്തകളെ കൊണ്ട് അങ്ങ് നിറഞ്ഞു കിടക്കുകയാണ്. നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ചിന്ത എപ്പോഴും നമ്മുടെ പുറകെയുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ചിന്തകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അതിൽ ഒന്നുകിൽ ഭൂതകാലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭാവി കാലത്തിൽ നിന്ന്, പാസ്റ്റ് ഓർ ഫ്യൂച്ചർ. ഈ 2 ഭാഗത്താണ് നമ്മൾ കിടക്കുന്നത്, ഇടത് അല്ലെങ്കിൽ വലത്. നടുക്ക് മധ്യഭാഗത്ത് നമ്മൾ വരുന്നില്ല. മധ്യഭാഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് ആസ്വദിക്കുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. വർത്തമാനകാലത്തിൽ എങ്ങനെയാണ് വരിക? നടന്നുകൊണ്ടിരിക്കുക, നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ പോവുകയാണ്. അവിടെ ചെന്നിരുന്ന് കുറച്ചു നേരം അതിൽ ശ്രദ്ധിച്ചിരിക്കുമെങ്കിലും അത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ചിന്ത വേറെ കാര്യങ്ങളിലാണ് പോവുകയാണ്. പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ വേറെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ധ്യാനത്തിലൂടെ നമുക്ക് ആ ചിന്തകൾ ഇടത്തിലുള്ളതും വലതിലുള്ളതും മാറി മധ്യഭാഗത്ത് എത്തുകയും ഒരു ബാലൻസ്, സന്തുലനാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുകയാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ ആ വചനം നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. പുറത്ത് എത്ര സമാധാനമുണ്ട്, നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണെങ്കിലും നമുക്ക് തോന്നും എന്തോ ഒന്ന് എനിക്ക് നേടാനുണ്ട് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഈ ചക്രങ്ങളെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഏറ്റവും താഴെ കാണുന്നത് മൂലാധാര ചക്രം. അത് നമ്മളിലെ നിഷ്കളങ്കത, നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങൾ എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് മൂലാധാര ചക്രത്തിലാണ്. അടുത്തതിന് തൊട്ട് മുകളിലായി കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്നു. അതിന് മുകളിലായി സ്വാധിഷ്ഠാന ചക്രം. സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് നമ്മളിലെ കഴിവുകൾ, ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മളിലെ ശുദ്ധമായ ചിത്തം, ശുദ്ധമായ വിദ്യ, ഈ വക കാര്യങ്ങളെല്ലാം നടത്തുന്നത് സ്വാധിഷ്ഠാന ചക്രമാണ്. അത് നിയന്ത്രിക്കുന്ന ശരീര അവയവങ്ങൾ എന്ന് പറയുന്നത് സ്പ്ലീൻ, പാൻക്രിയാസ്, പിന്നെ കരളിൻ്റെ കുറച്ച് ഭാഗം, ഇങ്ങനെയുള്ള ശരീരാവയവങ്ങളും അത് നിയന്ത്രിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് എത്തുന്നത് നാഭി ചക്രത്തിലേക്ക്. ഈ പച്ച നിറത്തിൽ കാണുന്ന നാഭി എന്ന് പറയുമ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുകയാണ്. അടുത്ത നമ്മൾ കടക്കുന്നത് നാഭീചക്രത്തിലൂടെയാണ്. നാഭീചക്രം എന്ന് പറയുമ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ അവയവങ്ങളെയും അത് കണക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അവിടെ വരുന്നത് സംതൃപ്തി, അല്ലേ? നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക്, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നിറഞ്ഞു, വയറ് നിറഞ്ഞു എന്ന് പറയുന്നത് പോലെ നമ്മുടെ സംതൃപ്തി എന്ന് പറയുന്നത് ഈ ഉദരഭാഗത്ത്, നാഭിയിലാണ്. അത് കഴിഞ്ഞ് മുകളിലോട്ട് വരുമ്പോൾ അനാഹത ചക്രം, ഹൃദയചക്രം, നമ്മളിലെ സ്നേഹം, ശുദ്ധമായ സ്നേഹം, അതവിടെയാണ് നിൽക്കുന്നത്. അവിടെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ലങ്സ് ആൻഡ് ഹാർട്ട്. അത് കഴിഞ്ഞ് വിശുദ്ധി ചക്രത്തിൽ, വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് നമ്മുടെ മൂക്ക്, തൊണ്ട, ഈ വക ശരീര അവയവങ്ങളെ നിയന്ത്രിക്കുന്ന വിശുദ്ധി ചക്രം. നമ്മുടെ മധുരമായ സംസാരം,
നമ്മൾ ചിലർ ശ്രദ്ധിച്ചില്ലേ, ഭയങ്കര പരുക്കൻ വർത്തമാന രീതിയാണ്. അതെന്താ ഇത്തിരി മയത്തിൽ സംസാരിച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ വിശുദ്ധി ചക്രം കുറച്ചൊരു അസുന്ദരിതാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അങ്ങനെ ആയിപ്പോകുന്നത്. അത് അവരുടെ കുറ്റമല്ല. അപ്പോൾ ധ്യാനം ചെയ്തു തുടങ്ങുമ്പോൾ അതൊക്കെ എന്നും ഈ കുണ്ടലിനി ശക്തി ഇതുവഴി കടന്ന് നമ്മളുടെ ആ ധ്യാനസ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും തന്നെ ചെയ്യാതെ നമുക്ക് ആ സ്ഥിതി, നമ്മളിലെ മധുരമായ സ്വഭാവം വരാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ആഗ്യാചക്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആയുധമാണ് നമ്മുടെ കയ്യിൽ. എല്ലാവരോടും ക്ഷമിക്കുക. ആ ക്ഷമാശീലം നമ്മളിൽ ഉണ്ടാക്കുന്നത് ആഗ്യാചക്രമാണ്. അപ്പം നമുക്ക് ചിലർക്ക് തലവേദന, മൈഗ്രെയിൻ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അത് ഈ ആഗ്യാചക്രം മെച്ചപ്പെടുന്നതോടുകൂടെ നമുക്ക് ആ വക അസുഖങ്ങളും മാറാൻ തുടങ്ങുകയാണ്. ലാസ്റ്റ് എല്ലാത്തിനും അവസാനം സഹസ്രാരം എന്ന് പറയുന്നത് ഈ എല്ലാ ചക്രങ്ങളുടെയും കൂട്ടായ്മ ഈ നമ്മുടെ തലയുടെ ഈ ഭാഗത്ത് തന്നെയുണ്ട്. ആ സഹസ്രാരത്തിലൂടെയാണ് ഇത് പുറത്തു വരുന്നതും ഈ ചുറ്റുമുള്ള ആ കോസ്മിക് എനർജിയുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ ഒരു സൂക്ഷ്മ ശരീരത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഇത് വളരെ ഹൈ ലെവലായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണ് ഈ സഹജയോഗയിലൂടെ നമ്മൾ പഠിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചക്രങ്ങളുടെ സ്ഥിതി നമുക്ക് തന്നെ മനസ്സിലാകുകയും നമുക്ക് നമ്മളെ തന്നെ ഒരു മരുന്നും കഴിക്കാതെ സുഖപ്പെടുത്തിയെടുക്കാനും സാധിക്കുകയും ചെയ്യും. കാരണം നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാവുകയാണ് ഇവിടെ. അതിൻ്റെ കൂട്ടത്തിൽ ചിന്തകൾ കുറയുമ്പോൾ നമ്മളിലെ ദേഷ്യം, നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ സാവധാനം കുറയാനും തുടങ്ങുകയാണ്. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, ഇരിക്കുന്ന ഒരു സ്ഥിതി മാറുന്നു, അല്ലെങ്കിൽ കുറച്ച് ചിന്തകളില്ലാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി മാത്രമല്ല. ധ്യാനം എന്ന് പറയുന്നത് മനുഷ്യനെ ആരോഗ്യവാൻ ആക്കുകയാണ്. ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികമായ ആരോഗ്യം മാത്രമല്ല മനുഷ്യന് ആവശ്യം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ആരോഗ്യവാനാണ് ഒരു മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ അവൻ ശാരീരികമായും മാനസികമായും വൈകാരികമായും ആത്മീയമായും അവൻ ആരോഗ്യവാനായിരിക്കണം എന്നാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സഹജയോഗയിലൂടെ നമുക്കത് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? എനിക്കറിയാം എല്ലാവരും റെഡിയായിരിക്കുകയാണ്. എങ്ങനെയാണ് ധ്യാനം ചെയ്യുക? കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്ന്. ധ്യാനം ചെയ്യാനായിട്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് പരമപൂജ്യ ശ്രീമാതാജി നിർമ്മലാദേവി. ശ്രീമാതാജി ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് മാനവരാശിക്ക് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ പറഞ്ഞു കൊടുത്ത ഒരു ശുദ്ധമായ ജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ സാധിച്ചു. അത് ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്തിക്കാനും സാധിച്ചു. ആ സ്ഥിതി ആ ഒരു വീഡിയോയിലൂടെ ശ്രീമാതാജി പറയുന്ന ഈ കാര്യത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ ആത്മസാക്ഷാത്കാരം, നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ എങ്ങനെ ഉണർത്താം എന്നുള്ളത് പഠിക്കാം. അതിന് കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. ശ്രീമാതാജി പറയുന്ന വീഡിയോ കണ്ണ് തുറന്ന് തന്നെ ഇരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന് ചെയ്തോളൂ. ആദ്യം നമ്മുടെ ഇടത് കൈ തുറന്ന് മടിയിൽ വയ്ക്കുന്നു, വലത് കൈ നമ്മുടെ ഹൃദയത്തിലും ഇടത് ഭാഗത്ത്, അത് കഴിഞ്ഞ് വയറിന് മുകളിലായിട്ടും, പിന്നെ വയറിന് താഴെ അടിവയറിലും, പിന്നെയും തിരിച്ച് വയറിൽ, ഹൃദയത്തിൽ, കഴുത്തിന് പുറകിലായിട്ട് നെറ്റിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തല കുനിക്കുന്നു. പിന്നെ നേരെ നെറ്റിയുടെ പുറകെ തലയ്ക്ക് പുറകെ തല മുകളിലോട്ട് പിടിച്ചു. ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് അവസാനം തലയുടെ മുകളിൽ ഉച്ചിഭാഗത്ത് മൂർധാവിൽ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വരുന്ന ചൈതന്യം ഒന്ന് ശ്രദ്ധിക്കുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. ശ്രീമാതാജി പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്തു നോക്കാം. Now, please put your left hand towards me. And right hand on your heart. Now close your eyes. Please don't open them till I tell you. Here you have to ask me a question, a very important question. You can call me Mother or you can call me Shri Mataji, whatever you like. Very important question. Ask a question 3 times in your heart, not loudly please.
Mother, am I the spirit? Mother, am I the spirit? Ask this question 3 times. If you are the spirit, you are your own guide. You are your own master. So now please bring down your hand, right hand, in the upper portion of your abdomen on the left hand side, press it hard. And here ask another question 3 times. Mother, am I my own master? Ask this question 3 times. Mother, am I my own master? Now, as I told you, I respect your freedom and you have a free will. I cannot force pure knowledge on you. It cannot be. You have to ask for it. So now take your right hand in the lower portion of your abdomen on the left hand side and ask me, Mother, please give me pure knowledge. 6 times, because this center has got 6 petals. Mother, please give me pure knowledge. As soon as you ask this question, the Kundalini starts moving upward. So now we have to nourish the upper centers to make its movement faster. So please raise your right hand in the upper portion of your abdomen on the left hand side, press it hard, and here you say with full confidence. With full confidence you say, Mother, I am my own master. Please say it 10 times. Mother, I am my own master. These things remove your conditionings from wrong teachings. Now you raise your hand. The most important question, that is, you are not your body, you are not your intelligence, you are not your emotions, you are not your conditionings, your ego, your thoughts, but you are pure spirit. So raise your right hand on to your heart and say with full confidence 12 times. Full confidence, please. Mother, I am the spirit. Just say that. Mother, I am the spirit. Please say 12 times. Now, raise your right hand to another very important area within us, where
by feeling guilty all the time, we have harmed a very important center. I have to tell you that the divine power is the ocean of knowledge and love. It is the ocean of bliss and joy. But above all, it is the ocean of forgiveness. And whatever mistakes or wrongs you have done are dissolved by the power of forgiveness. So raise your right hand into the corner of your neck and your shoulder and turn your head to your right. Here you have to say with full confidence 16 times, Mother, I am not guilty at all. Again you say, Mother, I am not guilty at all. 16 times. I have already told you, whether you forgive others or not, you are not doing anything, it is a myth. But if you don't forgive others, then you fall into the wrong hands and torture yourself for nothing. So now, please raise your right hand onto your forehead across, press it hard on both the sides and put down your head as far as possible, resting on your hand, and press it on both the sides. This is the center where you have to forgive. Forgive others, forgive others. Just say, Mother, I forgive everyone, without thinking about them or thinking about what they have done to you. Just say, in general, Mother, I forgive everyone. Now, how many times is not the point, from your heart. You must say it properly. Yesterday so many didn't say, and I have to work very hard on them. So please say it. Please say it from your heart. Once for all, Mother, I forgive everyone. Now, take back your hand on the back side of your head on the optic lobe, and now raise it higher and let it rest on your hand. Here you have to say, for your own satisfaction, not feeling guilty, not counting your mistakes. O divine power, if I have done any mistakes, please forgive me. Say it from your heart. Now, stretch your palm, keeping your left hand towards me. This is the most important center, both the feet apart from each other. Keep yourself straight and put your right hand, the center of your palm, on top of the fontanelle bone area, the soft bone which you had in your childhood, and press it. Now bend your head as much as you can
Press back your fingers, press back your thumb. So there's a pressure on your scalp, nicely pressurized. Now move it. Move it slowly 7 times. Here again. I'm sorry, I cannot disrespect your freedom and free will. You have to ask for your self-realization. It cannot be forced on you. So 7 times, please say 7 times, Mother, please give me my self-realization. Please say it 7 times. Now, please take down your both the hands and open your eyes slowly, very slowly. Now watch me without thinking. You can do it. Now, put up your right hand like this and bend your head and see for yourself if there's a cool breeze coming out of your head. Bend your head. It is above your head, not on. So little away from the head. You try to feel there's a cool breeze coming out of your head. You can take your hand a little further. Some people have it quite away from the head. So see for yourself there's a cool breeze coming in. Now put the left hand towards me and put down your head. Now see for yourself again with the right hand if there's a cool breeze coming out of your head. Some people will get heat coming out, doesn't matter. It will later on be followed by a cool breeze also. നമ്മൾ ഈ രണ്ട് കൈകളും തുറന്നു പോയിരിക്കുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും ശ്രദ്ധിക്കുക. അതൊക്കെ സാവധാനം ഈ വലത് കൈ മൂർധാവിൽ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തുക. അമർത്തിയിട്ട് കൈ സാവധാനം ഒന്ന് തലയുടെ ഒന്ന് 2-3 ഇഞ്ച് പൊക്കത്തിലൊന്ന് പിടിച്ചു കൊടുക്കുക. പക്ഷെ മാതാജി പറഞ്ഞതുപോലെ. എന്നിട്ടൊന്ന് ശ്രദ്ധിക്കൂ, നമ്മുടെ മൂർധാവിൽ നിന്നും കൈകളിലേക്ക് ഒരു ചൈതന്യം, ഒരു തണുത്ത കാറ്റായിട്ടോ ഒരു കാന്തിക ശക്തിയായിട്ടോ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് രണ്ട് കൈകളും തുറന്ന് മടിയിൽ വെച്ച് കണ്ണുടച്ച് ഒരു മിനിറ്റ് ഇരുന്നാൽ നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം എന്തോ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നടന്നു. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി ഉണർന്ന് മൂർധാവിലൂടെ പുറത്തു വന്നതും ഒരു ചിന്തകളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു. ധ്യാനാവസ്ഥ, നിർവിചാരത, അതായത് ഉറങ്ങുകയല്ല, ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ വർത്തമാനകാലത്തിലാണ്. ചിന്തകളൊന്നുമില്ലാതെ എന്താണോ സംഭവിക്കുന്നത് അതിനെ ആസ്വദിക്കുന്നു. അതാണ് ധ്യാനം. നമ്മളെ തന്നെ തിരിച്ചറിയുന്നു. അതാണ് ധ്യാനം. ഞാൻ എന്താണെന്ന് അറിയുന്നു. ഞാൻ ഇത്രയും നാളും അറിഞ്ഞതല്ല, അതിനും അപ്പുറമാണ് ഞാനെന്ന് അറിയുന്നു. എനിക്കറിയാം എല്ലാവരും അറിയേണ്ടത് ഇനി വീട്ടിലിരുന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത്. വീട്ടിലിരുന്ന് വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊന്നും തന്നെ നമുക്ക് ചെയ്യണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക. ആദ്യമൊക്കെ നമുക്ക് തോന്നും കുറച്ച് സമാധാനമായിട്ട് ബഹളമൊന്നുമില്ലാത്ത സ്ഥലത്തിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് കുറച്ച് രാവിലെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. രാവിലെ എണീച്ച ഉടനെ തന്നെ ഒരു 15 മിനിറ്റും രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റും നമുക്ക് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക. അതിനായിട്ട്
ഒരു സ്ഥലം ചെയർ ആണെന്നുണ്ടെങ്കിൽ കസേരയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. തറയിലിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കാല് വേദനിച്ചിട്ട് നമ്മുടെ ശ്രദ്ധ ആ വേദനയിലേക്ക് പോകും. അപ്പോൾ അതൊന്നും വേണ്ട. എവിടെയാണോ ഇരിക്കുന്നത്, തടി കസേരയാണെങ്കിൽ വളരെ നല്ലത്. പ്ലാസ്റ്റിക് കഴിവതും നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇടത് കൈ തുറന്ന് മടിയിൽ വയ്ക്കുക, വലത് കൈ ഭൂമി തത്വത്തിൽ വയ്ക്കുക. കസേര ഇരിക്കുകയാണെങ്കിൽ കൈ ഇങ്ങനെ താഴെ അങ്ങിട്ടേക്കുക, തറയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കമഴ്ത്തി ഭൂമിയിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയോട്, കുണ്ടലിനി ശക്തിയോട് ചോദിക്കുകയാണ്, അമ്മേ എൻ്റെ ഇടത് ഭാഗത്തെ ശുദ്ധമാക്കി തന്നാൽ. നമ്മുടെ ഗുരുവിനോടോ കുണ്ടലിനി ശക്തിയോടോ നമ്മൾ അപേക്ഷിക്കുകയാണ്, ശ്രീമാതാജി എൻ്റെ ഇടത് ഭാഗത്തെ ശുദ്ധമാക്കി തന്നാൽ. ഒരു 2-3 മിനിറ്റ് കണ്ണടച്ച് ഇതുപോലെ ഒന്ന് ഇടത് ഭാഗം, നമ്മുടെ ഇടതുള്ള ചിന്തകളെല്ലാം ഭൂമി തത്വത്തിലേക്ക് ഭൂമി വലിച്ചെടുക്കുകയാണ്. പിന്നെ 2 മിനിറ്റ് കൊടുക്കുക. അപ്പം നമ്മുടെ ഇടത് ഭാഗം, ഇടത് ഉള്ളം കയ്യിൽ ചെറിയതായിട്ടൊരു തണുപ്പ് നമുക്ക് തോന്നി തുടങ്ങും. അത് കഴിഞ്ഞ് സാവധാനം വലത് കൈ തുറന്ന് മടിയിൽ വെച്ച് ഇടത് കൈ ആകാശതത്വത്തിലേക്ക്. ഇവിടെ നമ്മുടെ വലത് ഭാഗത്തെ ശുദ്ധീകരിക്കാനായി അപേക്ഷിക്കുകയാണ്. ശ്രീമാതാജി ഞങ്ങളുടെ വലത് ഭാഗത്തെ ശുദ്ധമാക്കി തന്നാൽ. ഇവിടെയും ഒരു 2-3 മിനിറ്റ് ഒന്ന് കൊടുക്കുക. നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ശ്രദ്ധിച്ചാൽ പതുക്കെ ആ ചൂടൊക്കെ മാറി തണുപ്പാകുന്നത് അറിയാൻ പറ്റും. ഇങ്ങനെ അത് അറിഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ടതൊന്നും തന്നെ ഇല്ല. ഒരു 2 മിനിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് 2 കൈയും മടിയിൽ തുറന്നു വെച്ച്, ശ്രീമാതാജി എനിക്ക് പരിപൂർണ സന്തുലനാവസ്ഥ, ബാലൻസ് സ്റ്റേറ്റ്, അതാണ് നമ്മളിവിടെ അഭ്യർത്ഥിക്കുന്നത്. അതായത് ഇടതുമല്ല വലതുമല്ല, മധ്യഭാഗത്തിലെത്തി. ആ നടുക്കെത്തിയതിന് ശേഷം സാവധാനം ആ വലത് കൈ മൂർധാവിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് മൂർധാവിൽ നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ഇവിടെ ചോദിക്കാം, ശ്രീമാതാജി എനിക്ക് ചിന്തകളില്ലാത്ത ധ്യാനാവസ്ഥ നൽകിയാലും, നിർവിചാരിത സ്ഥിതി നൽകിയാലും. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൈ സാവധാനം നമ്മുടെ മൂർധാവിൽ തന്നെ വെച്ചൊന്ന് ശ്രദ്ധിച്ച് അവിടെ നിന്ന് വരുന്ന ആ കാറ്റ് മാത്രം ശ്രദ്ധിച്ച് 2 കൈകളും തുറന്ന് മടിയിൽ വെച്ച് ആ മൂർധാവിൽ തന്നെ ശ്രദ്ധ കൊടുത്തിരിക്കുക. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് ചിന്തകളൊന്നും തന്നെയില്ല. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒരു ശുദ്ധീകരണവും പിന്നെ ഒരു 10 മിനിറ്റ്. ഇടയ്ക്കിടയ്ക്ക് ചിന്തകൾ വരും, സാരമില്ല. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ വരുന്ന ചിന്തകളെല്ലാം ക്ഷമ ക്ഷമ ക്ഷമ, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക എല്ലാ ചിന്തകളും. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊടുക്കുക. ഇതുപോലെ രാവിലെയും വൈകിട്ട് ഒരു 15 മിനിറ്റ്, രാവിലെ എണീറ്റ ഉടനെ തന്നെ ചെയ്യാൻ നോക്കുക. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമുക്ക് തോന്നും നമുക്ക് ഞാൻ ഇന്ന് തൊട്ട് ഇവരെയെല്ലാം ശരിയാക്കാം, നടക്കുന്ന കാര്യമല്ല. അപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ, അത് നമ്മളെയാണ്. ആ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധയുടെ മുകളിൽ തന്നെ നമുക്കൊരു നിയന്ത്രണം ഉണ്ടോ? ഇപ്പോൾ ഇല്ല. പക്ഷെ ധ്യാനം ചെയ്തു തുടങ്ങിയപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണും, നമ്മുടെ ശ്രദ്ധയുടെ മുകളിൽ തന്നെ നമുക്കൊരു നിയന്ത്രണം വന്നു. അങ്ങനെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും എല്ലാത്തിൻ്റെ മുകളിലും ഒരു നിയന്ത്രണം വരികയും നമുക്ക് നമ്മുടെ ദേഷ്യം, നമ്മുടെ ചിന്തകൾ, ഇതിന് മുകളിൽ എല്ലാത്തിനും മുകളിൽ എത്തിച്ചേരാനും ഒരു നല്ല മനുഷ്യൻ, എല്ലാവരെയും ഒരുപോലെ കാണുന്ന മനുഷ്യസ്നേഹിയായി മാറാനും നമ്മളെ ഇത് സഹായിക്കുകയാണ്. അല്ലേ? സന്തോഷം കൂടുന്നു, സമാധാനവും എൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്താണോ പുറത്ത് അന്വേഷിച്ച് നടക്കുന്നത് അതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നറിഞ്ഞ നിമിഷമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആനന്ദം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മനോഹരമായൊരവസ്ഥ. അപ്പോൾ ഇത് കൂടുതൽ കൂടുതൽ അറിയണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കുറച്ച് സംശയങ്ങളും തോന്നാം.
ഇന്ന സമയത്ത് ഇത് ചെയ്യാമോ, ഇങ്ങനെ ആയാൽ ഇതുണ്ടോ, അതെല്ലാം അടുത്ത നമുക്ക് കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇങ്ങനത്തെ കുറച്ച് സാധാരണ വരുന്ന സംശയങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അതിനുശേഷം ഇനിയും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ള വിവരങ്ങളും നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ഈ ധ്യാന രീതി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആ നിർവിചാര സ്ഥിതി കിട്ടിയെന്ന് കരുതട്ടെ. വീട്ടിൽ എങ്ങനെയാണ് ഈ ധ്യാനം ചെയ്യേണ്ടതെന്നും നമ്മൾ അറിഞ്ഞു. അതിനോടൊപ്പം പല സംശയങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ഇതിലെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വരുമ്പോൾ ഫീസ് വാങ്ങുന്നുണ്ടോ, അങ്ങനെയുള്ള പല സംശയങ്ങളും പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് തോന്നാറുണ്ട്. സഹജയോഗയിൽ അങ്ങനെ യാതൊരു കണ്ടീഷൻസും തന്നെ ഇല്ല. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഡിസ്ട്രിക്റ്റിലും, കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലും സഹജയോഗിക്ക് സെൻറ്ററുകളുണ്ട്. എല്ലായിടത്തും സൗജന്യമായിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊരു കോഴ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു നമ്മുടെ ഉള്ളിലുള്ള ആ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് ഒരു ജീവനക്രിയയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ വേറെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആഹാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തണോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. വെജിറ്റേറിയൻ ആവണോ, നോൺ വെജിറ്റേറിയൻ കഴിക്കാമോ, അങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാവാം. അതൊന്നും തന്നെ ഇല്ല. പിന്നെ സംശയങ്ങൾ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധ്യാന രീതി ഏത് സമയത്ത് ചെയ്യണം, എവിടെ സ്ഥലം സെലക്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ വരാറുണ്ട്. അപ്പോൾ ഈ ധ്യാനം ശരിക്കും ദിവസേന 2 നേരമെങ്കിലും ഒരു 10-15 മിനിറ്റ് ഏറ്റവും രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ബാക്കിയുള്ള ജോലികൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഈ ധ്യാനം ചെയ്യുക. അതിനുശേഷം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ 10-15 മിനിറ്റ് ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ 2 സമയങ്ങളാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇതിനിടയ്ക്ക് എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. അതാണ് ഈ കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത്. ഏത് സമയം വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. മിനിമം ഒരു 2 നേരമെങ്കിലും ഇത് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുണ്ടലിനി ശക്തി ഈ നമ്മുടെ നാഡികളിലൂടെ മുകളിലോട്ട് വീണ്ടും വീണ്ടും പോകുമ്പോൾ അതിനുള്ള വഴി കൂടുതൽ വികസിക്കുകയും നമുക്ക് ആ ധ്യാനാവസ്ഥ കൂടുതൽ നല്ല രീതിയിൽ അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. വേറൊരു ഡൗട്ട് വരുന്നത് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് ഇത് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. യൂട്യൂബിൽ സഹജയോഗ കേരള എന്ന് പറയുന്ന സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 8 മണിക്ക് യൂട്യൂബിൽ ലൈവായിട്ട് നമ്മൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെഷൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ഹെൽപ്പ് ലൈനുണ്ട് സഹജയോഗ കേരളയ്ക്ക്. 9615821582 എന്നുള്ള നമ്പറാണ് ഹെൽപ്പ് ലൈൻ. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ആൾക്കാരുടെ നമ്പർ അതിൽ നിന്ന് കിട്ടാവുന്നതാണ്. അല്ലെങ്കിൽ സഹജയോഗ സൈറ്റിൽ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിലുള്ള സെൻറ്റർ കോർഡിനേറ്ററിൻ്റെ നമ്പരും പേരും അഡ്രസ്സും ഒക്കെ അതിനകത്തുണ്ടാവും. സെൻറ്ററിൻ്റെ അഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ആ മാർഗങ്ങളിലൂടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ വലിയ ഒരു അറിവാണ്, വളരെ മഹത്തരമായ ഒരു അറിവാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇത് എല്ലായിടത്തും കിട്ടുന്ന ഒരു അറിവല്ല. ഇത് നമ്മൾ കൂടുതൽ അനുഭവിച്ചറിയുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവും അതിലുപരി ആത്മീയവുമായിട്ടുള്ള ആ ഒരു
തലത്തിലേക്ക് ഉയരാൻ വേണ്ടി നമുക്ക് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വരുന്ന മാറ്റങ്ങളും എല്ലാം നമുക്ക് സ്വന്തമായിട്ട് അനുഭവിച്ചറിയാം. ആ ധ്യാനാവസ്ഥ എല്ലാവർക്കും അനുഭവിച്ച് അറിയാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.